അത് ചോറ്റാനിക്കരയിലെ റായിങ്ങിനെ തുടർന്നുള്ള ആത്മഹത്യയുണ്ട്. 2.5 വയസ്സുകാരുടെ ദുരൂഹ കൊലപാതകം എന്തിനു വേണ്ടിയാണ് എന്നതിൽ പോലീസിന് അന്വേഷണ വിവരങ്ങളുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ബ്രേക്കിംഗ് മണിക്കൂറുകളിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എറണാകുളം ചോറ്റാനിക്കരയിൽ റാഗിങ്ങിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത 9ാം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ അഹമ്മദ് നേരിട്ടത് കൊടിയ ക്രൂരത. ക്ലോസറ്റിൽ മിഹിറിന്റെ തല താഴ്ത്തി ഫ്ലഷ് ചെയ്തെന്നും നിറത്തിന്റെ പേരിൽ പരിഹസിച്ചെന്നും അമ്മാവൻ മുഹമ്മദ് ഷെരീഫ് 24 വെളിപ്പെടുത്തി. അടുത്ത സുഹൃത്തുക്കളുമായി മിഹിർ അഹമ്മദ് താൻ നേരിട്ട പീഡനങ്ങൾ തുറന്നു പറഞ്ഞു. മിഹിറിന്റെ മരണത്തെ പോലും റാഗ് ചെയ്ത വിദ്യാർത്ഥികൾ പരിഹസിച്ചു. മിഹിർ നമ്മളോട് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മിഹിറിൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇൻസിഡൻറ്റിന് ശേഷമാണ് നമ്മൾ അറിഞ്ഞത് മിഹിർ അവരോട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതും അവരോട് അവൻ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടുകാർ ഇത് അറിയില്ല എന്നുള്ളത് അവൻ ഉറപ്പുവരുത്തിയിരുന്നു. നമുക്ക് ഒരു സ്കൂളിൽ നിന്ന് ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. ഇത് അവരൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് എടുത്തതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നമ്മളെ മോനുണ്ടായി, അവൻ പോയി. ഇങ്ങനൊരു ഇൻസിഡൻറ്റ് വേറൊരു കുട്ടിക്ക് ഉണ്ടായിക്കൂടാ, ഇനി അങ്ങോട്ട് ഉണ്ടായിക്കൂടാ. അത് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. കേസിൽ മിഹിർ അഹമ്മദിന്റെ കുടുംബത്തിന് മൊഴിയെടുത്തു. തെളിവുകൾ ലഭിക്കാതെ ആരോപണ വിധേയരായ കുട്ടികൾക്കെതിരെ നടപടിയെടുക്കില്ലെന്നും അന്വേഷണത്തോട് സഹകരിക്കുമെന്നുമാണ് ഗ്ലോബൽ പബ്ലിക് സ്കൂളിന്റെ പ്രതികരണം. വിവരങ്ങളുമായി അശ്വിൻ പാലാഴിയെ കൊച്ചിയിൽ നിന്നും. അശ്വിൻ, ഈ സ്കൂൾ അധികൃതർ നമ്മൾ ഇപ്പോൾ പ്രചരിക്കുന്ന ഈ ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേജിൽ പ്രചരിക്കുന്ന ഈ കുട്ടികളുടെ ചാറ്റുകൾ അല്ലെങ്കിൽ ആ സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്ന വാട്സാപ്പിന്റെ സ്ക്രീൻഷോട്ടുകളൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ലേ? അങ്ങേയറ്റം വർണ്ണവെറി നിറഞ്ഞ, അങ്ങേയറ്റം ക്രൂരമായ രീതിയിൽ, ഒരു മരണത്തെ പോലും പരിഹസിക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് ഇങ്ങനെ ആവാൻ കഴിയുന്നു എന്ന് അത്ഭുതം തോന്നുന്ന ചാറ്റുകളാണ് അവ. അശ്വിൻ പാലാഴി. ഹാഷ്മി, തീർച്ചയായും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ചാറ്റുകൾ വന്നത്, ഇത്തരത്തിലുള്ള ക്രൂരമായ റാഗിംഗ് മുറകൾ ഉണ്ടായത് എന്നുള്ളതാണ് നമ്മളൊക്കെ ഞെട്ടിക്കുന്ന കാര്യം. ഈ മിഹിർ കഴിഞ്ഞ മാസങ്ങളിൽ ഈ സ്കൂളിൽ നേരിട്ടത് സമാനതകളില്ലാത്ത കൊടിയ പീഡനമാണ് എന്ന് തെളിയിക്കുന്നതാണ്. ഇന്നലെ മിഹിറിൻ്റെ മാതാവ് പോലീസ് മേധാവിക്ക് നൽകിയ പരാതി. ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നത് തന്നെയാണ്. വാഷ്റൂമിൽ കൊണ്ടുപോവുക, അവിടെ വെച്ച് മർദ്ദിക്കുക, പിന്നീട് അവിടുത്തെ ക്ലോസറ്റിൽ മുഖം പൂഴ്ത്തിവെച്ച് ഫ്ലഷ് ചെയ്യുക, പിന്നീട് സ്കൂൾ ബസ്സിലിട്ട് വീണ്ടും മർദ്ദിക്കുക. അങ്ങനെ ഭയപ്പാട് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മിഹിറിന് അവിടെ അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം മിഹിർ കഴിഞ്ഞ 15-ാം തീയതിയാണ് ഫ്ളാറ്റിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നത്. അന്നും, ആ സംഭവം ഉണ്ടാകുന്ന അന്നും സ്കൂളിൽ നിന്ന് ഇത്തരത്തിലുള്ള മൃഗീയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നുവെന്ന് മാതാവ് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. പോലീസ് അതിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. തൃക്കാക്കര ACPക്കാണ് അന്വേഷണ ചുമതല. ഇന്നലെ തന്നെ ഈ സ്കൂളിലെത്തിയും ഒപ്പം മാതാവിനെ നേരിൽ കണ്ടുമൊക്കെ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിൽ ഈ പരാതികൾ കൃത്യമായി തന്നെ മാതാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം സ്കൂൾ അധികൃതർ എന്നാൽ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞില്ല എന്നുള്ള ഒരു മറുപടിയാണ് പോലീസിന് നൽകിയത്. അതേസമയം അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുമ്പാണ് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റിസ് ഫോർ മിഹിർ എന്നുള്ളൊരു പേരിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങുന്നത്. അത് മിഹിറിൻ്റെ സഹപാഠികളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ആ പേജ് 2 ദിവസത്തിന് മുമ്പ് അത് അപ്രത്യക്ഷമാവുകയാണ്. സ്കൂളുകാരുടെ ഇടപെടലിൽ തന്നെ അത് റിമൂവ് ചെയ്യിച്ചു എന്നുള്ളതാണ് മാതാവ് പരാതിയിൽ പറയുന്നത്. എന്തായാലും ആ ഇൻസ്റ്റാഗ്രാമിൽ അത് വന്നതിന് പിന്നാലെയാണ് വിഷയം സജീവ ചർച്ചയാകുന്നത്. കൃത്യമായി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സ്കൂളിലെ CCTVകൾ ശേഖരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. അപ്പം ഈ സഹപാഠികളെ ചോദ്യം ചെയ്യണമെങ്കിൽ അത് അല്പം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. കുട്ടികളായതുകൊണ്ട് തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം മാത്രമേ അവരുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്താനാവുകയുള്ളൂ. ആ നടപടികളിലേക്ക് കൂടി പോലീസ് കടന്നിട്ടുണ്ട്. എന്തായാലും ഊർജിതമായ ശക്തമായ അന്വേഷണമാണ് ഈ കേസിൽ. അതിൽ പ്രചരിക്കുന്ന ഒരു വാട്സാപ്പ് ചാറ്റാണെന്ന് തോന്നുന്നു.